കഴിഞ്ഞ ദിവസം ഷവായയുമായി ബന്ധപ്പെട്ട ഒരു പരാതി ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഷവായ നിർമ്മാണം നടത്തുന്ന റെസ്റ്റോറന്റിൽ പരിശോധന നടത്തുകയുണ്ടായി. പരിശോധനയിൽ തന്നെ ഷവായ നിർമ്മാണത്തിൽ കണ്ട ഒരു പ്രധാനപ്പെട്ട അപാകത നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ആ സ്ഥാപനത്തിൽ കണ്ട രീതിയിലാണ് ഷവായ നിർമ്മാണം നടത്തുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഭക്ഷ്യവിഷബാധ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകും. ആ സ്ഥാപനത്തിൽ കണ്ട രീതിയിൽ നിർമ്മിക്കുന്ന ഷവായ പാർസലായിട്ടാണ് നാം കൊണ്ടുപോകുന്നതെങ്കിൽ ഭക്ഷ്യവിഷബാധ വരാനുള്ള സാധ്യത വീണ്ടും വർദ്ധിക്കും. ഏത് രീതിയിലായിരുന്നു ആ സ്ഥാപനത്തിൽ ഷവായ നിർമ്മാണം നടന്നിരുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഷവായ നിർമ്മാണത്തിനായിട്ട് വ്യത്യസ്ത റോകളായിട്ട് ചിക്കൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആദ്യം വെച്ചിരിക്കുന്ന ചിക്കൻ താഴ്ഭാഗത്തും, അതായത് കുക്കിംഗ് ഓൾമോസ്റ്റ് ആയി ഉടനെ എടുക്കാവുന്ന രീതിയിലുള്ള ചിക്കൻ താഴ്ഭാഗത്തും, പുതുതായി കൊണ്ടുവന്നിച്ചിരിക്കുന്ന ചിക്കൻ, അതായത് കുക്കിംഗ് ഒട്ടും ആവാത്ത ചിക്കൻ അല്ലെങ്കിൽ കുക്കിംഗ് പ്രോപ്പറായിട്ട് നടക്കാത്ത ചിക്കൻ മുകളിലുമാണുള്ളത്. അപ്പം എന്താ സംഭവിക്കുക വെച്ചാൽ, മുകളിൽ കിടക്കുന്ന ചിക്കനിൽ നിന്നും, ഫ്രഷ് ആയിട്ട് കൊണ്ടുപോയി വെച്ചിരിക്കുന്ന കുക്കാവാത്ത ചിക്കനിൽ നിന്നും താഴേക്ക് ഉറ്റി വീഴുന്ന ഡ്രിപ്പുകളിലൂടെ അവിടെ ക്രോസ് കണ്ടാമിനേഷനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. നമുക്കറിയാം, ചിക്കൻ്റെ അകത്ത് സാൽമോണല്ലയും സ്റ്റെഫൈലോകോക്കസും അതുപോലെ ഈക്കോളി തുടങ്ങിയ ഒത്തിരി ബാക്ടീരിയകളുടെ സാന്നിധ്യം ഉണ്ടാവും. ഇത്തരത്തിലുള്ള ബാക്ടീരിയൽ ലോഡ് അടങ്ങിയിരിക്കുന്ന ഈ റോ ചിക്കൻ, കുക്കാവാത്ത ചിക്കൻ മുകളിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ അതിൽ നിന്നും താഴേക്ക് ഉറ്റി വീഴുന്ന ജ്യൂസിൽ ധാരാളമായിട്ട് ബാക്ടീരിയ സാന്നിധ്യം ഉണ്ടാവും. അപ്പോൾ ഉടനെ എടുക്കാവുന്ന ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഈ ജ്യൂസ് അല്ലെങ്കിൽ ഈ ഡ്രിപ്പ് വന്ന് വീഴുമ്പോൾ അതിനകത്തുള്ള ബാക്ടീരിയകളൊക്കെ ഇതിനകത്തേക്ക് എത്തുകയും ഉടനെ തന്നെ എടുക്കുമ്പോൾ കുക്കിംഗ് നടക്കാത്തതുകൊണ്ട്, പ്രോപ്പറായിട്ട് കുക്കിംഗ് നടക്കാത്തതുകൊണ്ട് ഈ ബാക്ടീരിയ അടങ്ങിയ ചിക്കനാണ് ആളുകളിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. അത് പലപ്പോഴും വീടുകളിലേക്കൊക്കെ പാർസലായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ സമയമെടുക്കുമ്പോൾ ഈ ബാക്ടീരിയ ലോഡ് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യും. അതുകൊണ്ട് ഷവായ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഷവായ നിർമ്മിക്കുന്ന മെഷീനിൽ ഷവായ വ്യത്യസ്ത റോകളായിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം വെക്കുന്ന ഷവായ മുകൾ ഭാഗത്ത് വരണം. അതായത് കുക്കിംഗ് പ്രോപ്പറായിട്ട് നടക്കുന്നത്, അതായത് ആദ്യം എടുക്കേണ്ട ചിക്കൻ, കുക്കിംഗ് നടന്ന് ആദ്യം നമ്മൾ എടുക്കാവുന്ന ചിക്കൻ്റെ റോ മുകളിൽ വരണം. അവസാനം വെക്കുന്ന അല്ലെങ്കിൽ അവസാനം എടുക്കുന്ന ചിക്കൻ റോ താഴെ വരണം. അല്ലെങ്കിൽ ഒന്നിലധികം റോകൾ ഉണ്ടെങ്കിൽ മുകളിൽ നിന്നും ഓരോ ചിക്കൻ എടുത്ത് പോകുന്ന വഴിക്ക് താഴെയുള്ളത് മുകളിലേക്ക് മാറ്റി മാറ്റി അങ്ങനെ അവസാനം വെക്കുന്ന എപ്പോഴും താഴ്ഭാഗത്തായിരിക്കണം. അങ്ങനെ താഴ്ഭാഗത്തേക്ക് വന്നാൽ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് ഒഴിക്കുന്ന ജ്യൂസ് അല്ലെങ്കിൽ ഡ്രിപ്സ് താഴേക്ക് വന്ന് വീഴും, അല്ലെങ്കിൽ കുക്കിംഗ് ആയിരിക്കുന്ന ഷവായുടെ മുകളിലേക്ക് ഒന്നും വീഴില്ല. ഷവായ നിർമ്മിക്കുന്ന റെസ്റ്റോറൻറ്റുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഷവായ മെഷീനിൽ ഷവായ അടുക്കി വെക്കേണ്ട രീതി എങ്ങനെയെന്ന് വെച്ചാൽ, ആദ്യം വെക്കുന്ന ഷവായ മുകൾ ഭാഗത്ത് വരുന്ന രീതിയിലും പിന്നീട് വെക്കുന്നവ താഴ്ഭാഗത്തേക്ക് വരുന്ന രീതിയിലും അടുക്കി വെച്ചിരിക്കണം. അല്ലെങ്കിൽ ആദ്യം എടുക്കുന്ന കുക്കിംഗ് ആയിരിക്കുന്ന ഷവായ എപ്പോഴും മുകൾ ഭാഗത്താണ് വരേണ്ടത്. ഇല്ലെങ്കിൽ കുക്കിംഗ് ആവാത്ത റോ ആയിട്ടുള്ള ഷവായിൽ നിന്നുള്ള ജ്യൂസ് അല്ലെങ്കിൽ ഡ്രിപ്പ് കുക്കായ ഷവായിലേക്ക് വന്ന് വീഴുകയും അവിടെ ക്രോസ് കണ്ടാമിനേഷനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യും.